ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അവൾ അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ ഇരുന്നു. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയതാ. അവൾ കണ്ടു, അവളെ സർപ്രൈസായി. സോ ഇതാ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദാമി ഇരുന്ന ടി വി കാണുകയാണ്. അവളും കുറച്ചൊരു സർപ്രൈസ് ആയിട്ടുണ്ട്. ടി വി കാണുന്നതായതുകൊണ്ട് വല്ലാത്തൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതാ ഒരു മിഠായി കാണിച്ച് ഇങ്ങനെ കളിപ്പിക്കുന്നതാണ്. അതിന് ശേഷം ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അവളെ ഒരുപാട് നേരം കളിപ്പിച്ചു. കാരണം അവളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് മെയിൻ പരിപാടി. അവളെ കുറേ കളിപ്പിക്കുക. അതാ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് നേരം പറഞ്ഞിട്ട് ചിരിക്കുന്ന എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുകയാണ് ഗൈസ്. കണ്ടോ ചിരിക്കുകയാണ് അവളെ. കുളിയൊന്നും കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ശേഷം ഞാൻ വീണ്ടും കുളിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളിതാ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിപ്പിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതാ മേമിയുടെ മോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാന്ന് പറയുന്നതാണ് ആ കാണുന്നത്. പിന്നെ കുറേ ചിരിക്കുന്നൊക്കെ ഉണ്ട്. മിറർ കണ്ടാൽ വെറുതെ വിടാൻ തോന്നാത്തത് കൊണ്ടൊരു മിറർ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതാ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് ഫോട്ടോ ആണെന്ന് പറഞ്ഞ അവൾ വീഡിയോ ആണെന്ന് അറിഞ്ഞപ്പോഴത്തെ എക്സ്പ്രഷനാണ് കാണുന്നത്. ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അതാ ഒന്ന് വെജിറ്റേറിയൻ ആയിരുന്നു, കംപ്ലീറ്റ് അടിപൊളി ഫുഡായിരുന്നു. അതാ ഞാനാണ് അമ്മയ്ക്ക് വാരി കൊടുത്തത്. കുറച്ച് കഴിച്ചുള്ളൂ ആൾ. അവിടുത്തെ അക്വേറിയത്തിൽ ഒരുപാട് മീനുണ്ടായിരുന്നു. പണ്ട് കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ടോബീനെയും കൊണ്ട് പുറത്തിങ്ങനെ ജസ്റ്റ് നോക്കി നിന്നപ്പോഴാണ് ആമി ടോബീനെ കൈ കൊണ്ടൊക്കെ അങ്ങനെ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. ടോബീനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കി നിൽക്കണം അവൾ. പിന്നെ അവൾ ഇല്ലുമിനാട്ടി ഡാൻസിൻ്റെ ഫാനാണ് പാട്ടിൻ്റെ. സോ അത് കണ്ടപ്പോഴത്തേക്കും അവൾ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ രംഗണ്ണനെ കണ്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ശിവമോളെ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവളുടെ പാരൻസ് മീറ്റിംഗ് ടൈം ആയതുകൊണ്ട് നാളെയാണ് പാരൻസ് മീറ്റിംഗ്. പക്ഷെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴാണ് അവിടെ അടുത്തുള്ള സ്കൂളിലെന്തോ ജാഥ സംതിങ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമി വഴിയിൽ കാണുന്ന എല്ലാവർക്കും അതാ സ്റ്റുഡൻസിനൊക്കെ ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പുറത്തേക്ക് നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ശിവമോളെ സ്കൂളിലെത്തി. അതാ നമ്മൾ പറഞ്ഞിട്ടില്ല അവളുടെ അടുത്ത് പോകുന്ന കാര്യം. സോ ആമി എല്ലാവരും തിരയാണ്. അവളെ ചേച്ചീനെ അതിലൊക്കെ തിരയാണ്. ആ കൂട്ടത്തിലൊക്കെ അതാ ക്ലാസ്സിലെത്തി. ചേച്ചി അനിയത്തിനെ കണ്ടു, എടുത്തുകൊണ്ടുപോയി ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് അവളുടെ ക്ലാസ് റൂം, അതാണ് അവളുടെ ടീച്ചർ.
സോ ഇവളിതുവരെ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇതാ ഇപ്പോഴാണ് അവൾ എന്നെ കാണുന്നത്. സോ ഷി വാസ് സോ സർപ്രൈസ്ഡ് ആൻഡ് എക്സൈറ്റഡ്. ആൻഡ് അതാ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ടീച്ചർ അവളുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കാണിച്ചു തരുന്നതാണ്. എല്ലാത്തിലും A ഗ്രേഡാണ്. അപ്പോൾ ഒരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു, എല്ലാത്തിലും A ഗ്രേഡ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നു. സോ അവിടെ അടുത്തുള്ള ഒരു ഫാൻസി ഷോപ്പിൽ പോയിട്ട് അവൾ കുറച്ച് ഡിമാൻഡ്സൊക്കെ വെച്ച് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഷോപ്പിലിരുന്ന് ആമിമോള് കളിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതിനുശേഷം ഞാൻ വേറെ വീട്ടിലേക്ക് പോയി. അവരുടെ സ്റ്റോപ്പിലിറങ്ങി ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും.